റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് നല്ലളം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോഴിക്കോട് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയും വൈസ് പ്രസിഡന്റ് ഉമർ പാണ്ടികശാല എന്നിവർ രാജിക്കൊരുങ്ങുന്നുവെന്നാണ് വാർത്ത. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ നിന്നും ഷാഫി ചാലിയും ഇറങ്ങിപ്പോയി. ചില നേതാക്കളുടെ താൽപര്യപ്രകാരം ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് വിമർശനം. SDU നേതാവ് യു പോക്കറിനെ അധിക്ഷേപിച്ച് പുറത്താക്കിയെന്നാണ് നേതാക്കളുടെ ആരോപണം. പാർട്ടി വിട്ടത് അവഗണന സഹിക്കവയ്യാതെയാണെന്നും LDF-ഉമായി സഹകരിക്കുമെന്നും യു പോക്കർ പറഞ്ഞു. പ്രതികരണമുണ്ട്, കേൾക്കാം. ഇതാദ്യത്തെ അനുഭവമല്ല. ഈ കാര്യം നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ, നൂറുകണക്കിന് പ്രവർത്തകന്മാർ അദ്ദേഹത്തിന്റെ ചെയ്തി കാരണം ഇവിടെ പാർട്ടി വിട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അവർ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായ നടപടിയിലേക്ക് ഇവർ നീങ്ങിയപ്പം അദ്ദേഹം നിവൃത്തിയില്ലാതെ ഇറങ്ങിപ്പോയി എന്നത് ശരിയാണ്. ഈ വിഷയത്തിൽ നേതൃത്വം സന്ദർഭോചിതമായി ഇടപെട്ടില്ല എന്ന ഒരു ദുഃഖം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം എല്ലാവരുടെ ശ്രദ്ധയിലും ഈ വിഷയം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നതാണ്. അത് ഒന്ന് അനുനയിപ്പിക്കാനോ, ഈ കാര്യത്തിൽ ഇവിടെ ധാരാളം പ്രവർത്തകന്മാർ രാജിവെച്ചു, പലരും അസംതൃപ്തരായി ഇപ്പോഴും മാറി നിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പോലും അവരോട് നീതി കാണിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നടത്താത്ത ഒരു പാർട്ടി സംവിധാനം ആർക്ക് വിശ്വസിക്കാൻ കഴിയും? അതിനോടൊപ്പം ആർക്ക് നിൽക്കാൻ കഴിയും? ആര് ഈ പ്രതീക്ഷ അർപ്പിച്ച് ഈ പാർട്ടിയിൽ നിൽക്കും? LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓഫർ ഉണ്ട്? പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഞാൻ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴും അതില്ല. മാത്രവുമല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനമാനത്തിന്റെ ഉപാധിയുടെ അടിസ്ഥാനം, നിലവിലുള്ള സ്ഥാനമാനങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിയിലേക്ക് ചെല്ലുന്നത്. അല്ലാതെ അതിനുവേണ്ടി ഒരു പ്രത്യേക ഉപാധിയോ അങ്ങനെ യാതൊരു കണ്ടീഷനും ഇല്ല. അൺകണ്ടീഷണബിൾ ആയിട്ടാണ്. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, കോഴിക്കോട് മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറിയാണല്ലോ. ഷാഫി ചാലിയും രാജിക്കൊരുങ്ങുന്നു എന്നൊക്കെ അറിയുന്നു. നല്ലളം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയം മാത്രമാണോ പ്രശ്നം, അഭിലാഷ്? നല്ലളം വാർഡിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, കാരണം ഏകപക്ഷീയമായി നിലപാട് സ്വീകരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കാരണം നല്ലളത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിരുന്നു. അത് യു പോക്കറായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇത് ചർച്ച ചെയ്യാമെന്നായിരുന്നു സെക്രട്ടേറിയറ്റ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഒരു ചർച്ചയും കൂടാതെ അദ്ദേഹത്തിന്റെ പേര് മാറ്റി മറ്റൊരാളെ പേര് അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ, അതായത് ഈ യോഗത്തിൽ തന്നെ അന്ന് ഷാഫി ചാലിയും അടക്കമുള്ള ആളുകൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റിക്കൊണ്ട് മറ്റൊരാളുടെ പേര് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിനെതിരെയാണ് വലിയ തരത്തിൽ വിമർശനം ഉയർന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തായിരുന്നു, നല്ലളം മേഖലയിലുള്ള 41ഓളം ഭാരവാഹികൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മാറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഷാഫി ചാലിയെ അടക്കമുള്ള ആളുകൾ കൂടി ഇപ്പോൾ രാജിവെക്കാനുള്ള ഒരു സന്നദ്ധ അറിയിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് MC മാഹിൻ ഹാജിയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതൃത്വത്തെ മറികടന്നുകൊണ്ട് ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടാക്കിയ ആ നിലയിൽ പോകുന്നു. അതായത് ജനാധിപത്യം മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകുന്നതെന്നാണ് ഷാഫി ചാലിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് നല്ലളത്തെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലടക്കം MC മാഹിൻ ഹാജി ഇവിടെ നടത്തിയ ഇടപെടലുകൾക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു. അതിന് സമാനമായ വിമർശനം തന്നെയാണ് ഈ ഘട്ടത്തിൽ കൂടി ഉയർന്നത്. സംസ്ഥാന നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. അതായത് അവരുടെ മുന്നിൽ ഈ വിഷയമുണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനോ അവർ തയ്യാറായിട്ടില്ല. നേതൃത്വത്തെ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പാർട്ടി മാറി എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഞാൻ LDF-ഉമായി സഹകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയെന്നുള്ള യു പോക്കർ പറയുന്നു. ഏതായാലും മറ്റുള്ള നേതാക്കളും സമാനമായ പാത സ്വീകരിച്ച് മുന്നോട്ട് പോകുമോ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനുള്ളത്. താങ്ക് യു. എന്തായാലും എന്താണ് കോഴിക്കോട് സംഭവിക്കാതെ നമുക്ക് ഇനി കണ്ടറിയണം. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക്